അണികളിലും സ്ഥാനാർത്ഥികളിലും ആവേശം നിറച്ച് തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ. കിള്ളിപ്പാലം മുതൽ കരമന വരെ നടന്ന റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണത്തിന് 3 ദിവസം ശേഷിക്കെ നാടിളക്കിയുള്ള പ്രചരണമാണ് NDA സ്ഥാനാർത്ഥികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. തിരുവനന്തപുരം, നേമം നിയമസഭാ മണ്ഡലങ്ങളിലായി നടന്ന റോഡ് ഷോയിൽ തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. തിരുവല്ലയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം വൈകിട്ട് 6 മണിയോടെയാണ് റോഡ് ഷോയ്ക്ക് തുടക്കമായത്. 1.5 കിലോമീറ്റർ ദൂരം നടന്ന റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന റോഡ് ഷോ പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ തിരുവനന്തപുരത്തെ BJP പ്രവർത്തകരിലും സ്ഥാനാർത്ഥികളിലും ജനങ്ങളിലും ആവേശം നിറയ്ക്കുന്നതായിരുന്നു. വളരെ ഗംഭീരമായ വരവേൽപ്പാണ് ഇവിടെ കൊടുത്തത്. ഇടതും വലതുമാരുടെയും കള്ളഭരണം തീർന്നിട്ട് പുതിയതായിട്ട് ഒരു NDA BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് കൊടുത്ത് ഇവിടെ അന്തരസായിട്ട് ഭരിക്കാൻ പോകുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു. ജനലക്ഷങ്ങൾ മോഡിയെ ഒന്ന് കാണുവാൻ വേണ്ടി എത്ര 3.5 മണിക്ക് ഇവിടെ വന്ന് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇവിടെ വന്ന് നിന്ന് മോഡി ഒന്ന് കാക്കുക. മോഡിയുടെ ഭരണം വരുമെന്നാണ്. ഇപ്പം പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചാലും അതിശയപ്പെടാനൊന്നുമില്ല. കൊട്ടിക്കലാശത്തിന് 3 ദിവസം ശേഷിക്കെ കൊട്ടിക്കലാശത്തിന് സമാനമായ പരിപാടികളുമായാണ് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തിരുവനന്തപുരം നഗരത്തിലൂടെ കടന്നുപോയത്. റിപ്പോർട്ടർ ദേവിയയ്ക്കും ക്യാമറാമാനായ സനൽകുമാർ, സുരേഷ്, വിഷ്ണുവിനുമൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.